നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാപ്പിഴ ഉണ്ടായെന്ന പരാതിയുമായി യുവതി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞു. 2 സെന്റിമീറ്ററോളം നീളത്തിൽ ഞരമ്പ് അറ്റുപോയതായാണ് സ്കാനിംഗ് റിപ്പോർട്ട്. വിതുര സ്വദേശി ഹസ്ന ഫാത്തിമയ്ക്കാണ് ദുരവസ്ഥ. മലമൂത്ര വിസർജനത്തിന് ഭാഗമായി നടക്കേണ്ട അവസ്ഥയാണെന്നും ആശുപത്രിയിലെ ഡോക്ടർക്കുണ്ടായ പിഴവാണെന്നും ഫാത്തിമ ആരോപിക്കുന്നു. പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അന്വേഷിക്കും എന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി അറിയിച്ചു. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും യുവതി പരാതി നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനിസ, ഇതെന്താണ് സംഭവം? മാസം മുൻപാണ്, ജൂൺ 19-നാണ് ഈ ഹസ്നയുടെ ഈ പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത്. 10 ദിവസത്തോളം, പൊതുവെ ഈ ഒരു പ്രസവ ശസ്ത്രക്രിയ നടത്തിയാൽ ഒരാഴ്ചത്തോളം ഒക്കെയാണ് പരമാവധി ആശുപത്രിയിൽ കിടക്കാറ്. എന്നാൽ 10 ദിവസത്തിലധികം ഹസ്ന ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ ഹസ്നയ്ക്ക് ഈ മലവിസർജനവുമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മാറുമെന്നായിരുന്നു ഡോക്ടർമാർ ഇവർക്ക് നൽകിയ മറുപടി. എന്നാൽ ഈ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞിട്ടും, അതിന്റെ ഭാഗികമായിട്ട് മുറിവ് ഉണങ്ങിക്കഴിഞ്ഞിട്ടും ഈ മലവിസർജനമൊക്കെ ഈ മുറിവിൽ കൂടി തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഈ മുറിവ് പൂർണ്ണമായി ഉണങ്ങാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ തന്നെ 6 ലക്ഷത്തോളം രൂപ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി, ഇതിനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഇവർ ഈ കുടുംബം, ഹസ്നയുടെ കുടുംബം മുടക്കി കഴിഞ്ഞു. കൂടാതെ തന്നെ ഒരു ബാഗുമായിട്ട് മലവിസർജനം നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹസ്ന മാറിയിട്ടുള്ളത്. ഹസ്നയുടെ ഈ കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാത്ത അത്രയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നിലവിൽ ഹസ്ന നേരിടുന്നത്. മുറിവ്, ഈ മലവിസർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാത്തൊരവസ്ഥയുമുണ്ട്. കൂടാതെ ഈ മലവിസർജനം നടത്താൻ കഴിയാത്ത അത്രയും വലിയൊരു ദുരവസ്ഥയിലേക്കാണ് ഈ യുവതി ഈ പ്രസവ ശസ്ത്രക്രിയയുടെ ചികിത്സാ പിഴവിലൂടെ എത്തിയിരിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഹസ്ന ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ആരോഗ്യ വകുപ്പുകളിലേക്കും പരാതി നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഹസ്ന കടക്കുന്നത്. നിലവിൽ ഇനിയും 2 ശസ്ത്രക്രിയകൾ വേണം. ഈ മലദ്വാരത്തിലെ ഒരു ഞരമ്പ് കട്ടായതായിട്ടാണ് അവസാനം എടുത്ത MRI റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. 2 സെന്റിമീറ്ററോളം വരുന്ന ഞരമ്പ് കട്ടായിട്ടുണ്ട്. എന്നാൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഹസ്നയ്ക്ക് ലഭിച്ച ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഏതെങ്കിലും വാഹനത്തിലൊക്കെ സഞ്ചരിച്ചതിന്റെ മൂലമായിരിക്കും ഞരമ്പ് കട്ടായത് എന്നാണ്. എന്നാൽ ഇവർ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് 3 ദിവസത്തിനകം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തൊരു വാഹനത്തിൽ സഞ്ചരിച്ചത് കൊണ്ടോ മറ്റോ അല്ല ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ഹസ്ന ആരോപിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ദുരിതത്തിലാണ് ഈ ഒരു ചെറുപ്പക്കാരി എത്തിയിരിക്കുന്നത്. പ്രസവശേഷം ഇത്രയും മാസം, 7 മാസത്തോളമായി ഈ ഒരു ദുരിത വേദനയിലാണ് ഹസ്ന കഴിയുന്നത്. വലിയ അവസ്ഥയാണ്. ബാഗുമായിട്ട് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തന്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും കഴിയാത്ത ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. നമുക്കറിയാം, മലദ്വാരത്തിലെ ഒരു ഞരമ്പ് കട്ടായത് മൂലം അവർക്ക് മലവിസർജനം സ്വതവേ നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ബാഗ് ഉപയോഗിച്ചാണെങ്കിലും അത് നടത്തുമ്പോൾ വലിയ തരത്തിലുള്ള വേദനയാണ് ആ ചെറുപ്പക്കാരി അനുഭവിക്കുന്നത്. ജിംസ്.